ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണെന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാതെ ഇതേ പോണു. അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ കടന്ന് പോവാണ്. അമ്മമ്മ ഇല്ലാതെ ഇന്നേക്ക് 6 ദിവസമായി. നാളെ 7-ാം ദിവസം ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 7 ദിവസം വരെയും വീട്ടിലിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. മരണ വീട്ടിലേക്ക് ഇങ്ങനെ വരുമല്ലോ, ആൾക്കാർ വരും. അവർക്ക് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചോറൊക്കെ കൊടുത്തിട്ട് വിട്ടാക്കുക. അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഫുൾ ടൈം ചായ കൊടുത്തിട്ട് അവർ വരണവർക്ക് അങ്ങനെ കൊടുത്ത് വിട്ടാക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഇന്ന് 6-ാം ദിവസമായിട്ട് ഇങ്ങനെ പോണു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഗംഭീരമായി ഈ സമയത്തൊരു വേലയൊക്കെയുള്ള ആഘോഷിക്കണ ഒരു സമയമാണ്. കറക്റ്റ് വേലയുടെ 3-4 ദിവസം മുന്നാണ് അമ്മമ്മ ഇല്ലാണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അയ്യോ അതൊന്നും നല്ല ആഘോഷം തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ വരുമ്പോൾ അമ്മമ്മ ഈ തെണ്ണയുടെ അറ്റത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ വന്ന ഉടനെ ഇപ്പം ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ കുറച്ച് പ്രായമാകുമ്പോഴേക്കും ഓർമ്മ പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മുടെ ആൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നമ്മളെയൊക്കെ നല്ലോണം അറിയുക. നമ്മൾ വന്നെത്തിയത് നമ്മുടെ കയ്യിൽ വാതോരാതെ സംസാരിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇല്ല എന്നുള്ളത് പിന്നെ അത് സ്വാഭാവികമാണല്ലോ. ഒരാളില്ല പറഞ്ഞാൽ അതൊരു കുറച്ച് ദിവസം ഇങ്ങനെ നമ്മളത് മറന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പം എല്ലാവരും ഉള്ളത് കൊണ്ട് അറിയണില്ല ആളില്ലാത്തത്. ഇനി നമ്മളെല്ലാവരും പോകുമ്പോഴായിരിക്കും വീട്ടിൽ ഒരാളില്ല നമുക്കൊരു ബോധം വരുന്നത് തന്നെ. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, അവരിങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം തന്നെയാണ്. കുട്ടികൾക്കും, കാരണം അമ്മമ്മ അങ്ങനെ കുട്ടികളിനെയും ഭയങ്കര സ്നേഹമാണ്. നമ്മളായിട്ടും യാതൊരു അങ്ങനെ ദേഷ്യപ്പെടുക അങ്ങനെയുള്ളൊരാളല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ മാമൻ്റെ മോളും അവരുടെ അമ്മയുടെ അനിയൻ്റെ കുട്ടിയൊക്കെ ആയിട്ടും അവരിങ്ങനെ ചെക്കനിങ്ങനെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഫുൾ ഫാമിലി അവിടെ തന്നെ ഉണ്ട്. ഫുൾ ഫാമിലി പറഞ്ഞാൽ അറിയാലോ, അമ്മ, ഏട്ടൻ്റെ ഭാര്യ, മക്കൾ, ഞങ്ങൾ, മഞ്ജു, പ്രസാദ്, ഗ്രീഷ്മ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെയാണ് പണികൾ ചെയ്യണതും. അപ്പോൾ തുണികൾ നിറച്ചും ഉണ്ടാവും. എല്ലാവരുടെയും തിരുമ്പാനുണ്ടാവുമല്ലോ. എല്ലാവരും വീട്ടിൽ തന്നെയാണ് കുളി. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തൊരു കുഴിയൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങോട്ടൊന്നും പോയില്ല. ചേച്ചി തുണികളൊക്കെ കഴുകി തന്നു. ഞാൻ അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും മഞ്ജു അതൊക്കെ കൊണ്ടുപോയി ഉണങ്ങാനിട്ടു. അങ്ങനെ പണികളെല്ലാം എല്ലാവരും കൂടെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയണില്ല. അമ്മ പിന്നെ പുറത്തൊന്നും വരാതെ ഉള്ളു തന്നെയായിരിക്കും. പിന്നെ അമ്മായിയും ആളുകൾ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാനും ഇരിക്കാനൊക്കെ അവിടെ അവരുടെ കയ്യിൽ സംസാരിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ പണികൾ മുഴുവൻ ഞങ്ങൾക്ക് തന്നെയാണ്. എനിക്കും മഞ്ജുവിനെയും ചേച്ചിക്കും അമ്മായിയും ഉണ്ട്. പിന്നെ വേറെ അപ്പുറത്ത് ഒരു അമ്മായിയും 2 അമ്മായിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ വരും എല്ലാ പണികളും ചെയ്യാനും. ആളുകൾ വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ 6-ാം ദിവസമാണ് പറഞ്ഞല്ലോ, നാളെ 7-ആണ്. അപ്പോൾ ദേ ഏട്ടനും വിനോട്ടനും പ്രസാദും അങ്ങനെ എല്ലാവരുമായിട്ട് മാർക്കറ്റിൽ പോവാണ്. കുറച്ച് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ 7ൻ്റെ ചടങ്ങും ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ മകളാണ്. ഒരു പെൺമക്കളുണ്ടെങ്കിൽ അവരാണ് ചെയ്യുക ചടങ്ങൊക്കെ. അപ്പോൾ അമ്മയുടെ ഇതായിട്ട് ഈ മക്കളാണ് എല്ലാം ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവരൊക്കെ അതെ മാർക്കറ്റിൽ പോകാൻ കാറൊക്കെ എടുത്തിട്ട് വന്ന് പോകാൻ നിൽക്കണം. പിന്നെ ഇവിടെ എവിടെ തിരിഞ്ഞാലും ചക്കയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടാണ് നാട്ടിൻപുറമെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മുടെ വീടിനേക്കാളും കൂടുതൽ നാട്ടിൻപുറമാണ് ഇവിടെ. ഫുൾ മരങ്ങളും തണുപ്പും. നമ്മുടെ നാട്ടിലൊക്കെ പാലക്കാട് നല്ല ചൂടല്ലേ, ഇവിടെയൊക്കെ നല്ല മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണുപ്പാണ്. ഇപ്പം ആ ഷീറ്റ് ഇട്ടത് കൊണ്ട് മാത്രം കുറച്ച് ചൂടുണ്ട്, അല്ലാതെ ഇവിടെ എപ്പോഴും തണുപ്പ് തന്നെയാണ്. എല്ലാവിടെയും ചക്കയും, എല്ലാവരുടെ വീട്ടിലും ഒരു പ്ലാവ് ഉണ്ടാവും. ആ പ്ലാവിൽ നിറച്ചും ചക്കയുണ്ട്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ തവണ ഞാനൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയില്ലേ, ഇവിടുന്ന് ചക്ക കൊണ്ടുപോയതാണ്. ഏട്ടൻ്റെ വലിയ മാമൻ്റെ മോളിനെ പ്രസവത്തിനെ വിളിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടേ. അപ്പം അമ്മമ്മയുണ്ട്. അപ്പം അമ്മമ്മയുടെ അനിയത്തിയും ഞങ്ങളെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. എപ്പോഴും ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായി, പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അങ്ങനെ. പിന്നെ എല്ലാവരും പറയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ലല്ലോ,
നല്ല രീതിയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതും ശരിയാണ്. തെറ്റുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് അയാൾ നല്ല രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നതും. അങ്ങനെ നമുക്ക് കുറച്ച് പണികളൊക്കെ ആയിട്ട് ഓരോ പണികളുണ്ട്. അങ്ങനെ തക്കാളി കുറച്ച് കൂടുതലുണ്ട്. എല്ലാവരും ഇങ്ങനെ പലചരക്കും കൊണ്ടുവരും, പച്ചക്കറി പലചരക്ക് ആൾക്കാരെല്ലാവരും കൊണ്ടുവരികയും ചെയ്യും. അപ്പം അതൊക്കെ പച്ചക്കറിയൊന്നും കേടുവരുത്തി കളയണ്ടല്ലോ, തക്കാളിയൊക്കെ നിറയുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ തക്കാളി കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മായി പറഞ്ഞു തന്നാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ്, നിറയെ ആളുകളുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് പ്ലേറ്റിൽ കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇലയിട്ടിട്ട് തന്നെയാണ് എല്ലാവർക്കും ചോറ് കഴിക്കാൻ കൊടുക്കുന്നത്. ചെറുത് അച്ചു എന്നെയും വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നത് കൊണ്ടേ വേറെ ആർക്കും ബുദ്ധിമുട്ടായിട്ട് ഞാൻ ആരിനെയും വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കണില്ല കേട്ടോ. കാരണം ആളുകളൊക്കെ വരുമ്പോൾ ഞാനത് ചെയ്യുന്നത് ഞാൻ എന്നെ മാത്രം എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വേറെയും പണികളുണ്ട്. വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ രാവിലെയും ഉച്ചയ്ക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് തന്നെ കഴിയും. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങനെ കഴിയും. അപ്പോൾ ഇഞ്ചിയൊക്കെ ഉണ്ട്. ഇഞ്ചി പുളിക്കുള്ള ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ വീട്ടുകാർക്ക് തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തേക്ക് കുറച്ച് ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏട്ടനൊക്കെ കട്ട് ചെയ്ത് തരണം. കുട്ടികൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.